ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പൗലോസ് പറയുകയാണ്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയ്ക്കകത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിക്കകത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ ആത്മാവിൽ താൻ പറയുകയാണ്, എനിക്ക് വാതിലൊക്കെ തുറന്നിരിക്കുക. അത് വലിയ വാതിലാണ്, അത് സഫലമായ വാതിലാണ്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ്. ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടർക്ക് ദൈവത്തിൻ്റെ വഴികൾ തുറന്ന് തന്നെ കിടക്കും. കർത്താവ് അബ്രഹാമിനെ വിളിച്ചിറക്കി തൻ്റെ യാത്രയിലുടനീളം അവസാനം വരെ നടത്തിയ യഹോവയായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. മോശയെ ദൈവം വിളിച്ചു, അവസാനം വരെ ദൈവം കൂടെ ഉണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടോ, അന്ത്യം വരെ ദൈവം നടത്താൻ ശക്തനാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, എന്നെ വിളിക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി ദൈവം വഴികളെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, എതിരാളികളും പലരുണ്ട്. പൗലോസിൻ്റെ ശുശ്രൂഷയിലൊക്കെ പൗലോസ് തിടുക്കത്തിൽ സഞ്ചരിക്കുമ്പോൾ കാരാഗൃഹത്തിനകത്ത് അടയ്ക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനത്തെ പ്രസംഗിക്കുന്ന കാരണം 1 കുറയ 40 അടി 5 വട്ടം കൊള്ളുന്നു. എന്നാൽ ഇവിടെയൊക്കെ ആത്മാവിൽ സഞ്ചരിക്കുന്ന അപ്പോസ്തലൻ പറയുകയാണ്, എതിരാളികളുള്ളപ്പോഴും പ്രതിസന്ധികളുള്ളപ്പോഴും എൻ്റെ മുമ്പിൽ വാതിലെല്ലാം തുറന്നു കിടക്കുകയാണ്. യെരുശലേമിൽ നീ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ തന്നെ നീ റോമയിലും സാക്ഷീകരിക്കും എന്ന് പറഞ്ഞ ആ അപ്പോസ്തലൻ്റെ ജീവിതത്തിനകത്ത് കാരാഗ്രഹമുണ്ട്, കപ്പൽ ഛേദമുണ്ട്. പേര് വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ ഈ വാക്ക് പറയാൻ എളുപ്പമാണ്, ആ ദൈവവചനം പറയാൻ എളുപ്പമാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയ്ക്കകത്തും നമ്മൾ ഓർക്കണം, ശത്രു സൈന്യമുണ്ട്. ഏലീശ സഞ്ചരിക്കുന്നുണ്ട്, ആരാം സൈന്യം മുഴുവൻ വളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തകരുമെന്ന്, ഇപ്പോൾ നമ്മുടെ അവസാനമെന്ന് എലീശയുടെ കൂടെയുള്ള പ്രവാചക ശിഷ്യൻ പറയുന്നുണ്ട്. എലീശ ദൈവത്തോട് പറഞ്ഞു, ഈ ശിഷ്യൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കുക. കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് അഗ്നിരഥങ്ങൾ ഈ ആരാമ്യ സൈന്യത്തെ വളഞ്ഞിരിക്കുന്നതാണ്. പ്രിയരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒത്തിരി വഴികൾ നമുക്ക് തുറന്നിട്ടുണ്ട്. എന്നാൽ അതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവിടെയൊക്കെ നിലനിർത്തുന്ന, നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് കൊരിന്ത്യ സഭയോട് ആത്മാവിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം വഴി തുറന്നിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികളുമുണ്ട്. അതിനകത്ത് നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.